പശ്ചിമേഷ്യയിലെ ഗസയിൽ ഇസ്രയേലിൻ്റെ വൻ ആക്രമണത്തിൽ 80ഓളം പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. അതുപോലെ യമനിൽ ഹൂത്തികളുടെ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ ബോംബിട്ട് തകർത്തുവെന്നും വാർത്ത വരുന്നു. അപ്പോൾ വി പി ജെയിംസിനോട് ചോദിക്കാം. ഗുഡ് മോർണിംഗ് വി പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഹായ്. അപ്പം പ്രേക്ഷകർ പറയുന്നുണ്ടാവും ഇനി പി പി ജെയിംസിന്റെ ബോംബ് വരാൻ പോകുന്നു അല്ലേ? ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ യമനിലും പ്രശ്നം, അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ ഗസയിലും പ്രശ്നം. എസ് കെ എൻ, ഈ ഇസ്രായേൽ ഏതാണ്ട് ഒരു വലിയ പ്രതികാരം ചെയ്യുന്ന രീതിയിലാണ് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പലസ്തീൻ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി നമ്മൾ ഇതിനെ കാണേണ്ടി വരും എസ് കെ എൻ. തീർച്ചയായിട്ടും എസ് കെ എൻ, ഈ ഗസയിലെ ഹൂതികളുടെ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർക്കുകയാണ് ഇസ്രായേൽ ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ ഗസയിൽ 80ഓളം പാലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കൊടുവിലാണ് ഒരുപക്ഷെ സിറിയയിൽ ഇസ്രായേൽ നടത്തുന്ന കടന്നുകയറ്റം, ഗോലാൻ കുന്നുകളിലെ ബഫർ സോണുകൾ കടന്ന് മൗണ്ട് ഹെർമൻ, അത് ശരിക്കും ബഫർ സോണിനെ വേർതിരിക്കുന്നതാണ്. അതവിടെ അന്താരാഷ്ട്ര സമാധാന സേന UN നിയോഗിച്ചവരാണുള്ളത്. അതുകൂടി ഇസ്രായേൽ പിടിച്ചെടുത്ത് അതിൻ്റെ മൗണ്ട് ഹെർമനിൽ ഇപ്പോൾ അവർ നിലയുറപ്പിച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ സിറിയയുടെ ഒരു ഭാഗം ഇപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിൽ. യമനിലെ ഹൂതികൾ കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് ഡ്രോണുകൾ അയച്ചിരുന്നു. അതിന് പ്രതികാരമെന്ന നിലയിലാണ് വലിയ ആക്രമണം നടത്തിയത്. ഏതാണ്ട് 2000ഓളം കിലോമീറ്റർ പറന്നാണ് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ യമനിലെ ഹൂതി മിലിറ്ററി കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ളത്. അതിനിടയിൽ ഈ സിറിയയുടെ സംഭവം. ഗസയിലാണെങ്കിൽ തെക്കൻ ഗസയിലും വടക്കൻ ഗസയിലും മധ്യ ഗസയിലൊക്കെ ബോംബാക്രമണം, നിരന്തരമായിട്ടുള്ള ബോംബാക്രമണമാണ്. 80ഓളം പാലസ്തീനികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിൽ നിരവധി പേർ സ്ത്രീകളും കുട്ടികളുമാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആക്രമിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളും ആശുപത്രികളുമാണ്. ഇവിടെയാണ് ഹമാസിൻ്റെ പ്രവർത്തകർ ഒളിച്ചിരിക്കുന്നതെന്ന് ഇസ്രായേൽ പറയുന്നു. ഇതിനിടയിൽ തന്നെ വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്ന ഒരു ഫൈനൽ സ്റ്റേജിലാണെന്ന് പറയാൻ തുടങ്ങിയിട്ട് ഏതാണ്ടൊരു 3-4 ദിവസമായി. പക്ഷേ ഇതുവരെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടില്ല. പാലസ്തീൻ തടവുകാരെയും ഒപ്പം തന്നെ ഇസ്രായേലിൽ ബന്ദികളും വിട്ടയക്കുന്നത് സംബന്ധിച്ചാണ് ഒരു വ്യക്തതയില്ലാത്തത്. എന്ന് മാത്രമല്ല, വെടിനിർത്തിയാലും ഗസയുടെ നിയന്ത്രണം ഇസ്രായേൽ സൈന്യത്തിനായിരിക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. എന്തായാലും സാധ്യതകൾ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ആക്രമണം അതിശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. ഇടയ്ക്ക് ഹെസ്ബുള്ളയുടെ ആക്രമണം വടക്കൻ ഇസ്രായേലിലേക്കും അതുപോലെ തന്നെ ലെബനിൽ ഹെസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ നോക്കി ഇസ്രായേലും വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ കൂടി നടത്തുന്നുണ്ട് എസ് കെ എൻ. ജെയിംസ്, മറ്റൊരു കാര്യം, ഈ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപുമായി ചർച്ച നടത്താമെന്ന് പുടിൻ സമ്മതിച്ചതായി ചില വാർത്തകൾ വരുന്നുണ്ട്. ഈ യുദ്ധം അങ്ങനെയെങ്ങാണ് അവസാനിക്കുമോ? എസ് കെ എൻ, ഇതൊരു വ്യക്തമായിട്ടൊരു ചിത്രം വന്നിട്ടില്ല. പക്ഷേ പുടിൻ്റെ ഇതുവരെ ഒരു ചർച്ചയ്ക്കും പുടിൻ തയ്യാറുള്ളതായി പറഞ്ഞിരുന്നില്ല. പക്ഷെ പുടിൻ ഒരു മുഴം നീട്ടി അറിഞ്ഞിരിക്കുകയാണ് എസ് കെ എൻ. കാരണം പുടിന് വലിയ ക്ഷീണമാണ് സിറിയയിൽ സംഭവിച്ചത്. പുടിനാണ് അവിടുത്തെ സിറിയയുടെ പ്രസിഡന്റായിരുന്ന ബഷാർ അൽ അസാദിന് ഏറ്റവും വലിയ പിന്തുണ നൽകിയിരുന്നത്. റഷ്യയുടെ പോർ വിമാനങ്ങൾ സിറിയൻ വിമതസേനയ്ക്കെതിരെ ആക്രമണം നടത്തി. ഒടുവിൽ സിറിയയുടെ ഓടിപ്പോയ പ്രസിഡന്റ് തന്നെ പറയുന്നു, ഞാൻ റഷ്യൻ നാവൽ ബേസിലാണ് ഒളിച്ചിരുന്നത്. പക്ഷേ അവിടെയും ആക്രമണം നടന്നപ്പോൾ റഷ്യ എന്നെ നിർബന്ധപൂർവം റഷ്യയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു, ഞാൻ പോയതല്ല. ഈ തരത്തിൽ റഷ്യയിലെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് സിറിയയിൽ ക്ഷീണം സംഭവിച്ചതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ട്രംപുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ്. ട്രംപ് അധികാരത്തിൽ വരുന്നത് ജനുവരി 20-നാണ്. ഇനിയും ഒരു മാസത്തോളം കിടക്കുന്നു. പക്ഷെ അതിനിടയിൽ ട്രംപുമായി ചർച്ചയാവാമെന്ന് പറയുമ്പോൾ നിലവിലുള്ള ജോ ബൈഡനുമായി ചർച്ചയ്ക്കില്ല. ജോ ബൈഡൻ ദീർഘദൂര മിസൈലുകൾ നൽകി റഷ്യയിൽ ആക്രമണം നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്നു ഉക്രൈനെ. എന്ന് മാത്രമല്ല, ഈ മണിക്കൂറുകളിൽ എസ് കെ എൻ ഈ വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നതിനിടയിൽ തന്നെ പുടിൻ വലിയ ആക്രമണം നടത്തിയിരിക്കുന്നു. കീവ്, ഉക്രൈൻ്റെ തലസ്ഥാനമായി കീവിൽ തലങ്ങും വിലങ്ങും ആക്രമണമാണ്. വലിയ പ്രതികാരദാഹിയായിട്ട് പുടിൻ നിൽക്കുന്നു. ഒപ്പം ആശങ്കയുണ്ട്. കാരണം പുടിൻ്റെ മൂക്കിന് കീഴെയാണ് അവരുടെ ഏറ്റവും ശക്തനായിട്ടുള്ള ജനറൽ ഇഗോർ കിറിലോവിനെ ബോംബ് സ്ഫോടനം നടത്തി സ്കൂട്ടറിൽ ബോംബ് ഫിറ്റ് ചെയ്ത് അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ ബോംബ് പൊട്ടിച്ച് കൊലപ്പെടുത്തിയത്. അതുതന്നെ വല്ലാത്ത ഞെട്ടലായിരുന്നു പുടിന്. അപ്പോൾ പുടിന് നേരെയും ഈ തരത്തിലുള്ള കൊലപാതക ശ്രമം വരാമെന്ന് പുടിന് പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സെറ്റിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒപ്പം തന്നെ ഇവിടെ ആക്രമിക്കുകയും വേണം. ഒപ്പം തന്നെ എസ് കെ ഈ കർസ്ക് എന്ന മേഖല, അത് റഷ്യയിൽ നിന്ന് 1000 സ്ക്വയർ കിലോമീറ്റർ ഉക്രൈൻ സേന പിടിച്ചെടുത്തിരുന്നു. പലതവണ അത് തിരിച്ചുപിടിക്കാൻ റഷ്യ കഴിഞ്ഞ മാസങ്ങൾ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ വടക്കൻ കൊറിയൻ സേനയുമായിട്ട്
നടത്തുന്ന മുന്നേറ്റത്തിൽ റഷ്യക്ക് ചെറിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ ഇവർ പിടിച്ചെടുക്കുന്ന മേഖല അവർ കൃത്യമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാത്തതുകൊണ്ട്, കാവൽ ഏർപ്പെടുത്താത്തതുകൊണ്ട് വീണ്ടും ഉക്രൈൻ സേന തിരിച്ചുപിടിക്കുകയായിരുന്നു. ഇത്തവണ റഷ്യ കുറച്ചുകൂടി ശക്തമായ രീതിയിലാണ് അത് പിടിച്ചെടുക്കുന്ന ഓരോ കിലോമീറ്റർ സ്ഥലവും അവർ ഗാർഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കർസ്കിൽ ഇപ്പോൾ റഷ്യ മുന്നേറ്റം നടത്തുകയാണ്. ഈ തരത്തിൽ റഷ്യയുടെ മുന്നേറ്റം നടക്കുന്നു. ട്രംപ് ആണെങ്കിൽ ട്രംപിൻ്റെ ഇടപെടൽ വല്ലാതെ വിചിത്രമാണ്. ട്രംപിൻ്റെ ഇടപെടൽ ഉള്ള സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും ചലനമുണ്ട്. ഇപ്പോൾ ഇസ്രായേലിൽ യുദ്ധം അവസാനിപ്പിക്കണം, ഞാൻ വരുന്നതിന് മുമ്പെന്ന് പറയുന്നു. വെടിനിർത്തൽ ചർച്ച ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നു. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് വ്ളാഡിമിർ സെലൻസ്കി തന്നെ പറയുന്നു. ട്രംപിൻ്റെ നിലപാട് അതാണ്. അതിന് പുറമെയാണ് ഈ ട്രംപ് തന്നെ ഇടപെട്ട് അവിടെ കാനഡ മൊത്തം കൊളാക്കിയിരിക്കുകയാണ്. ജസ്റ്റിൻ ട്രൂഡോയുടെ വക ഇന്ത്യയുമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ ട്രംപ് കയറി 25% നികുതി പ്രഖ്യാപിക്കുന്നു പറഞ്ഞപ്പോൾ അവിടെ ഇപ്പോൾ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി പിൻവലിച്ചു. അവിടെ കനേഡിയൻ പ്രസിഡന്റ് അധികാരം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ്. ഓക്കെ, താങ്ക് യു, ബി ജെയിംസ്.